ശ്രീ ജോർജ് പൊടിപ്പാറ. വലിയ മേൽക്കൈ UDFനെ സംബന്ധിച്ച് കിട്ടിയ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞുപോയത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങാനുള്ള വലിയ ഊർജ്ജമാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം അവർക്ക് നൽകിയത്. നോക്കൂ, ഈ കൊച്ചി കോർപ്പറേഷന്റെ കാര്യമെടുത്താൽ 76 ഡിവിഷൻ ഉള്ളതിൽ പകുതിയിലധികം ഭൂരിപക്ഷം കോൺഗ്രസിന് ഒറ്റയ്ക്ക് തന്നെയുണ്ട്. 42 കോൺഗ്രസ് ജയിച്ച ഇടമാണ്. അവിടെ ഒരു തർക്കമില്ലാതെ ഒരു മേയർ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നത് പരസ്യമായി നേതാക്കൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവരുടെ അസ്വാരസ്യങ്ങൾ പ്രകടിപ്പിക്കേണ്ടി വന്നത് ഒരു വലിയ വീഴ്ച തന്നെയല്ലേ? രേണു, തീർച്ചയായിട്ടും ഒറ്റ നോട്ടത്തിൽ അങ്ങനെ തന്നെ കരുതേണ്ടി വരും. അതായത് കോൺഗ്രസ് പോലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ UDF വിചാരിക്കാത്ത ഒരു മേൽക്കൈ, ഒരു മേധാവിത്വം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കേരള ജനത അവർക്ക് നൽകി. അത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഏറിയും കുറഞ്ഞുള്ള അളവിൽ അത് വ്യക്തമായിരുന്നു. വലിയ തിരിച്ചടി LDFനുണ്ടായി. BJP തിരുവനന്തപുരം കോർപ്പറേഷനിലൊഴികെ മറ്റു പല സ്ഥലത്തും BJPക്കും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാനായില്ല. നേട്ടം കൊയ്തത് UDF ആണ്, കോൺഗ്രസ് ആണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷി, ഏറ്റവും കൂടുതൽ ശതമാനം വോട്ട് കിട്ടിയതും കോൺഗ്രസിനാണ്. ഈ കണക്കുകളെല്ലാം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസവും അതുപോലെ തന്നെ വലിയ ഉത്തരവാദിത്വവും നൽകുന്നുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ എറണാകുളം കോർപ്പറേഷൻ കേരളം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷനാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 5-10 വർഷക്കാലം കഴിഞ്ഞ 5 വർഷക്കാലം LDF ഭരിച്ച കോർപ്പറേഷനാണ്. അത് നേരത്തെ താങ്കൾ പറഞ്ഞ കണക്കിൽ 42 സീറ്റുകളിൽ 42 ഡിവിഷനുകളിൽ കോൺഗ്രസിനെ വിജയിപ്പിച്ച് കോൺഗ്രസിന് തനിച്ച് കേവല ഭൂരിപക്ഷം ഉള്ളൊരവസ്ഥ ഒരുക്കി കൊടുത്തു. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ കരുതി വലിയ നേതാക്കളെ തന്നെയാണ് ദീപ്തി മേരി വർഗീസ്, KPC ജനറൽ സെക്രട്ടറി അടക്കമുള്ള ദീപ്തി മേരി വർഗീസിനെ പോലെ തലയെടുപ്പുള്ള ഒരു വനിതാ നേതാവ് മേയർ ആകും എന്ന, മേയർ സ്ഥാനാർത്ഥി എന്ന ഒരു പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും ആ ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ആ ഒരു സൂചന അവരുടെ കാര്യത്തിലുണ്ടായിരുന്നു. പക്ഷെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്ത അനുസരിച്ച്, അല്ലെങ്കിൽ ഇന്നലത്തെ കൗൺസിലർമാരുടെ യോഗ തീരുമാനം അനുസരിച്ച് ദീപ്തി മേരി വർഗീസ് മേയർ സ്ഥാനത്തേക്കില്ല. പകരം ഊഴം വെച്ച് അല്ലെങ്കിൽ ടേം അനുസരിച്ച് 2 പേരെ, ഷൈനി മാത്യുവിനെയും മിനിമോളാണ് ആദ്യം ആകുന്നത്. അതുപോലെ ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്കും അതിൽ വലിയ തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷെ ഈ മേയർ സ്ഥാനത്തേക്ക് ഉള്ള കാര്യത്തിൽ ദീപ്തി മേരി വർഗീസിന് ഒഴിവാക്കിയത് വലിയ തർക്കങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നു. ദീപ്തി മേരി വർഗീസിന് വലിയ പരാതിയുണ്ട്, പരിഭവമുണ്ട്. അവര് KPCCക്കും AICCക്കും പരാതി കൊടുക്കാൻ ഒരുങ്ങുന്നു. KPCC നിർദ്ദേശിച്ച മാനദണ്ഡം പാലിക്കപ്പെട്ടില്ല എന്നാണ് ദീപ്തി മേരി വർഗീസിന്റെ ഒരാരോപണം. മറ്റൊരു ആരോപണം, അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ കൗൺസിലർമാരുടെ യോഗം വിളിച്ച് അങ്ങനെ തലയെണ്ണി നോക്കി തെരഞ്ഞെടുപ്പ് നടത്തും എന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നില്ല. പക്ഷെ DCC പ്രസിഡന്റ് അടക്കമുള്ളവർ ഒരു പ്രത്യേക രീതിയിൽ പ്രവർത്തിച്ച് തന്നെ ഒഴിവാക്കുകയായിരുന്നു എന്ന് പറയുന്നു. മറുവശത്തുള്ള ന്യായം എന്താന്ന് വെച്ചാൽ, കൗൺസിലർമാരുടെ യോഗം വിളിച്ച് അവിടെ വോട്ടെടുപ്പ് നടത്തിയപ്പോൾ ദീപ്തി മേരി വർഗീസിന് ഏറ്റവും കുറച്ച് വോട്ടുകളാണ് കിട്ടിയത്. മിനിമോൾക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഷൈനി മാത്യുവിനുമാണ് കൂടുതൽ വോട്ടുകൾ കിട്ടിയത്. ഇതൊക്കെയാണ് മറുവശത്തുള്ള ന്യായം. അജയ്, ആ വോട്ട് നോക്കിയും അല്ല നിയമനം നടന്നത് എന്നതാണല്ലോ ദീപ്തി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം. അങ്ങനെയാണെങ്കിൽ ഷൈനി മാത്യുവിനാണ് കൂടുതൽ വോട്ട് കിട്ടിയതെന്ന് പറയുന്നു. എങ്കിൽ എന്തുകൊണ്ട് ഷൈനിക്ക് ആദ്യ ടൈം കൊടുത്തില്ല, മിനിമോളെ തന്നെ എന്തുകൊണ്ട് പ്രസിഡന്റാക്കി എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് ആ കണക്ക് ഔദ്യോഗിക കണക്കുകളൊന്നും അല്ലല്ലോ വന്നിരിക്കുന്നത്. ഇത് പുറത്തു വന്ന കാര്യമാണ്. ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, സംഭവിച്ചത് ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, ദീപ്തി മേരി വർഗീസ് അതെ, അവര് 5 വർഷക്കാലവും മേയർ ആകണം എന്നാവശ്യപ്പെട്ടു എന്നാ പറയുന്നത്. ആ 5 വർഷക്കാലവും അവർക്ക് തന്നെ മേയർ ആകണം, അതിൽ മാറ്റം വരാൻ പാടില്ല, ഫുൾ ടൈം അവർ തന്നെ മേയർ ആകണം എന്ന ഒരു വാശി പിടിച്ചു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശാഠ്യം പിടിച്ചു എന്നാണ് പറയുന്നത്. അത് അംഗീകരിക്കപ്പെടാതെ വന്നപ്പോൾ, സ്വാഭാവികമായിട്ടും അതിന് വഴങ്ങാതെ വന്നപ്പോൾ 2 ടൈമിലേക്ക് ഇവരെ 2 പേരെയും I ഗ്രൂപ്പിന്റെ പ്രതിനിധികളാണ് ഇവർ യഥാക്രമം. മിനിമോൾ I ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടാണ് മിനിമോൾ വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ A ഗ്രൂപ്പിന്റെ നോമിനിയായിട്ടാണ് ഷൈനി മാത്യുവിനെ കരുതുന്നത്. അപ്പൊ മാത്രമല്ല, ഇതിനകത്ത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, A ഗ്രൂപ്പും I ഗ്രൂപ്പും അതുപോലെ തന്നെ VD സതീശൻ അനുകൂലികളും ഒരുമിച്ച് ചേർന്ന്, ബാക്കി പിന്നെ അവശേഷിക്കുന്നത് നമുക്കറിയാം വേണുഗോപാൽ അനുകൂലികൾ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, അവരൊഴിച്ച് ബാക്കി എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു തീരുമാനം എടുത്തു. അങ്ങനെ ദീപ്തി മേരി വർഗീസ് ഒഴിവാക്കപ്പെടുന്നു എന്നാണ് ഇപ്പൊ ഏറ്റവും ഒടുവിൽ വരുന്നത്. പ്രധാനപ്പെട്ട ആരോപണം ഇതാണ്. അവര് ഒറ്റയടിക്ക് 5 വർഷവും ആവശ്യപ്പെട്ടു. ഇതിനകത്ത് ലാറ്റിൻ കത്തോലിക്ക സഭ
അവർക്ക് ഒരു പ്രാതിനിധ്യം വേണം, മേയർ സ്ഥാനം, എറണാകുളം മേയർ സ്ഥാനം വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്ന ഒരു ഘട്ടം പരസ്യമായി തന്നെ രംഗത്ത് വരുന്ന കാഴ്ചകൾ കണ്ടു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വലിയൊരു വിജയം സമ്മാനിച്ച് എറണാകുളത്തെ ജനത വലിയ നേട്ടം, ഒരുപക്ഷെ കോൺഗ്രസിന് ഒരു ജില്ല തിരിച്ചുള്ള കണക്കെടുത്താൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടായത് എറണാകുളം ജില്ലയിലാണ്. മലപ്പുറത്ത് ലീഗിന് എന്ന പോലെ കേരളത്തിൽ മൊത്തത്തിലെടുത്താൽ കോൺഗ്രസിന് ഏറ്റവും വലിയ നേട്ടം, ഏറ്റവും വലിയ ജനവിധി അനുകൂലമായി കിട്ടിയത് എറണാകുളത്താണ്. ആ എറണാകുളത്താണ് അവരെ നിരാശരാക്കിക്കൊണ്ട് ഇങ്ങനെ ഒരു പോര് നടക്കുന്നത്. അതിനകത്ത് വലിയ നേതാക്കൾ പ്രശ്നം ചേരുന്നു. അജയ് തറയിൽ രംഗത്ത് വരുന്നു. ഈ സന്ദർഭം ചോദിച്ച് മാത്യു കുഴൽനാടൻ എല്ലായിടത്തും ഈ രീതിയിലുള്ള നീതി കാണിക്കണം എന്നുള്ള ഒരു ഒളിയം പെയ്യുന്നു. ഇങ്ങനെ സതീശനെ ലാക്കാക്കി. അപ്പൊ ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് രേണു പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഇത്രയും വലിയൊരു വിജയം കിട്ടിയിട്ടും കോൺഗ്രസിന്റെ തനി സ്വഭാവം മാറുന്നില്ല. ആരൊക്കെ എന്തൊക്കെ അനുഗ്രഹിച്ചാലും ആ അനുഗ്രഹിക്കുന്നവരെ മുഴുവൻ ശത്രുക്കളാക്കുന്ന, അവരെ നിരാശരാക്കുന്ന, ഇത് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഒരു എന്താ പറയുക, ഒരു സംയമനം, അല്ലെങ്കിൽ ഇത് പരസ്യ പ്രതികരണത്തിലേക്ക് പോകാതെ അകത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഇത് പരസ്യമായി വിളിച്ചു പറയാതെ, പത്രസമ്മേളനം നടത്താതെ, മാധ്യമങ്ങള് ഈ ഇത് നീട്ടിയാൽ ഉടനെ അതിനകത്ത് സ്വയം മറന്ന് പൊട്ടിത്തെറിക്കുന്ന ഈ നേതാക്കളുടെ, കോൺഗ്രസ് നേതാക്കളുടെ ഈ അസുഖം എന്ന് മാറും എന്ന വലിയ ചോദ്യം കൂടിയാണ് ഇപ്പോഴത്തെ ഈ എറണാകുളത്തെ സംഭവം. തീർച്ചയായും എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയം പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ആ പരസ്യ പ്രതികരണങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു സാഹചര്യം. ഇത് ഇപ്പോൾ തർക്കം ഈ കൊച്ചിയിൽ മാത്രമല്ല, തൃശ്ശൂരിലും മേയർ സ്ഥാനത്തെക്കുറിച്ച് വലിയ തർക്കമുണ്ട്. അവസാന നിമിഷം വരെയും അത് നീണ്ടുകൊണ്ടിരിക്കുകയാണ്. തൊടുപുഴ നഗരസഭയിൽ തർക്കം നടക്കുകയാണ് വലിയ രീതിയിൽ. അങ്ങനെ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല എന്നത് കൂടി നമ്മൾ കാണണം. ഇപ്പോൾ നമുക്കൊപ്പം ബി റെജി, കോൺഗ്രസ് സഹയാത്രികൻ, ചേരുകയാണ്. നമുക്കറിയാം ക്രിസ്മസ് കാലമാണ്, അദ്ദേഹം സ്റ്റുഡിയോയിലേക്ക് എത്തേണ്ടതായിരുന്നു. നിരത്തുകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു, അതുകൊണ്ട് വണ്ടി എത്തിച്ചേർന്നിട്ടില്ല ഇതുവരെ. ശ്രീ റെജി, എന്നെ കേൾക്കാമല്ലോ അല്ലേ? റെജി, KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷ് ഇന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, നോക്കൂ, ഇതിന് ചില മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചിരുന്നു. മേയർ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ചില മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നു. അത് KPCC ഭാരവാഹികൾ ഉണ്ടെങ്കിൽ അവർക്ക് പരിഗണന കൊടുക്കണം എന്നതായിരുന്നു. ഈ KPCC ഭാരവാഹിത്വത്തിന് ഇപ്പോൾ ദേശാഭിമാനി പത്രത്തിന്റെ വില പോലും കിട്ടിയില്ല എന്നൊരു ആക്ഷേപമാണ് അദ്ദേഹത്തിന് മുന്നോട്ട് വെക്കാനുണ്ടായിട്ടുള്ളത്. വലിയ ഒരു തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ വക്കിൽ നിന്ന് ഒരു മേയറെ തീരുമാനിക്കുന്ന ഒരു ആദ്യഘട്ട നടപടികളിലേക്ക് കടക്കുമ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഇത്തരം അഭിപ്രായങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ തീരുമാനങ്ങളും മുൻധാരണകളും ഒക്കെ അട്ടിമറിച്ച്, KPCCയുടെ നിർദ്ദേശങ്ങൾ പോലും അട്ടിമറിച്ച ഒരു തീരുമാനമെന്ന അതിനുള്ളിൽ നിന്ന് തന്നെ ആളുകൾ പറയണമെങ്കിൽ? രേണുക, ഈ എറണാകുളത്തെ വൻ വിജയം സമ്മാനിക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ബഹുമാന്യായ ദീപ്തി മേരി വർഗീസ് അവിടെ മേയർ കാൻഡിഡേറ്റ് ആയിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. കേരളത്തിലെയും ജനങ്ങൾ അത് ആഗ്രഹിച്ചിരുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പാർട്ടിയിലെ ഉന്നതമായ ഒരു പദവി വഹിക്കുന്നുണ്ട്. KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ AICCയുടെ അംഗമാണ്, അപ്പോൾ AICC ക്ഷണിതാവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ മാത്രമല്ല, എറണാകുളത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയതും ശ്രീമതി ദീപ്തി മേരി വർഗീസിന്റെ നേതൃത്വത്തിലായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ചുമതല പാർട്ടി നേതൃത്വം ദീപ്തിയെ ചുമതലപ്പെടുത്തിയിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരും ദീപ്തി മേരി വർഗീസ് കോർപ്പറേഷൻ മേയറായി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ എന്നാൽ ആ പ്രതീക്ഷയെ തകിടം മറിക്കുന്ന തരത്തിൽ കോൺഗ്രസിന്റെ ശ്രീ ജോർജ് പൊടിപ്പാറ സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിന്റെ ഈ വലിയ വിജയം ജനങ്ങൾ സമ്മാനിക്കുമ്പോൾ അതിനൊപ്പം നിൽക്കാതെ, ആ ഒരു